രാജേഷിന്റെ ജീവിതത്തിലെ ഒരു പാട്ടിലൂടെ മാപ്പ് പറയിച്ചൊരു സംഭവം ഉണ്ടല്ലോ. ഞാനല്ല പറഞ്ഞത്, അല്ല അത് ഓണക്കളി. അത് ഈ ഓണം സീസൺ ആകുമ്പോഴേ ഓണക്കളി പാട്ട് അറിയില്ലേ, കൈകൊട്ടിക്കളി എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ നാട്ടില് വരാപ്പുഴയില് ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞപ്പോ ഓണക്കളി കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പരിപാടി. അപ്പൊ 9 മണിക്കാണ് ഓണക്കളി, 10 മണിക്ക് 1 മണിക്കൂർ അവരുടെ പരിപാടി, 10 മണിക്ക് നമ്മുടെ പ്രോഗ്രാം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് 9 മണി 9:30 10 മണിയായിട്ടും ഓണക്കളി ടീം വന്നിട്ടില്ല, അവർക്ക് വേറെ എങ്ങാണ്ട് കളിയുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കയറാം. മെയിൻ ഓണക്കളിയാണ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞപ്പോൾ 11 മണിയായപ്പോഴാണ് ഈ ഓണക്കളി ടീം വന്നത്. വന്ന ഉടനെ അപ്പൊ ജനം വയലന്റ് ആവുമല്ലോ, ഇവര് ജനത്തിനെ കയ്യിലെടുക്കാൻ വേണ്ടി ഓണക്കളിപ്പാട്ടിലൂടെ മാപ്പ് പറഞ്ഞു. നല്ല മാപ്പാണല്ലോ അത്, അനുകരിക്കാവുന്ന മാപ്പാ അത്. അതെ, അതെങ്ങനെ പാട്ട് എങ്ങനെ? മാപ്പു തരണമിന്നീ സഭയിൽ തകതൈതൈ, ഇന്നു ഞങ്ങൾക്ക് ഡബിളായിരുന്നു വരുന്ന വഴിക്ക് വണ്ടി പഞ്ചറുമായി. മാപ്പു തരണമിന്നീ സഭയിൽ തകതൈതൈ. അതോടെ കമ്മിറ്റിക്കാരങ്ങൾ വീണു, പഠിച്ചു വെച്ചു. ഞങ്ങളൊരു ഡബിൾ കളിക്കാൻ പോയിട്ടേ, അത് കോട്ടയം സൈഡാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു, ലേറ്റ് ആയിട്ടാണ് കഴിഞ്ഞത്. സെക്കൻഡ് പ്രോഗ്രാം സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ പോലെ GPS ഒന്നുമില്ല, വഴിയൊന്നും അറിയില്ല. അവര് പറഞ്ഞേക്കണ ഏകദേശം ഓർമ്മയില് അപ്പോ റബ്ബർ കാടാണ്, അതിന്റെ നടുക്ക് റോഡ്, അതിൽ കൂടി ഇങ്ങനെ പോകണം. ആരോട് ചോദിക്കും? അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏകദേശം ഒരു 12:30 1 മണിയൊക്കെ രാത്രി. സെക്കൻഡ് സ്ഥലത്തേക്ക് പോകണം പോലും പരിപാടി കാണാൻ പറ്റുന്ന സമയമില്ല. അവിടെ 12 മണിക്കാ പറയണത്, ഇത് 12:30 ആയി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കിയപ്പോ ഒരു ചേട്ടൻ പോണ്, വണ്ടി ചവിട്ടി നിർത്തിയിട്ട് ചേട്ടാ ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചു. വഴിയൊക്കെ തെറ്റിക്കണം. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് അമേരിക്കയാണ്, അമേരിക്കന്ന്. പുള്ളി പറഞ്ഞു തന്നില്ലെന്ന്. ഇല്ല, ഇത് അമേരിക്കയാണെന്നാ പുള്ളി പറയണത്. പിടിവിട്ട് ഇത് ഏതാ ഈ സ്ഥലം എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു ഇത് അമേരിക്കയാണ്, അമേരിക്ക. ചേട്ടാ തമാശ വീട്, ഇത് ഏതാണ് സ്ഥലം? ഇത് അമേരിക്കയാണെന്ന്. പുള്ളി വല്ല വെള്ളം വല്ലതായിരുന്നു. ആയിരിക്കും. പിന്നെ പുള്ളിനെ ഞങ്ങൾ തിരുത്താൻ നിന്നില്ല, ഞങ്ങൾ അമേരിക്കയിൽ ഞങ്ങൾ നേരെ വിട്ടുപോയി. ഈ എവിടെങ്കിലും വെച്ച് ആൾക്കാർ കൈകാര്യം ചെയ്തു ഒരാഴ്ച നമ്മള് ലേറ്റായി ചെന്നിട്ട് നമ്മള് അടി കിട്ടാതെ ഓടേണ്ടി വരിക, അങ്ങനെയൊക്കെയുള്ള അപൂർവം. കൈകാര്യം ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ അടുത്തുവരെ എത്തും. പൂട്ടിയിട്ടിട്ടുണ്ട്. പൂട്ടിയിട്ടോ? എവിടെ പൂട്ടിയിട്ടു? അത് ഞങ്ങളുടെ തുടക്ക സമയത്ത് ആലുവ ശാരിക എന്ന് പറഞ്ഞ നാടക ട്രൂപ്പ് ഉണ്ട്. ആ ട്രൂപ്പിന് അന്നൊക്കെ നാടകം കത്തിരിക്കാണ്, അവർക്ക് ഡബിളും ത്രിബിളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ശരിക്കും മിമിക്രിയിലേക്ക് ഇറങ്ങുന്നത്. അവർക്ക് ഡബിൾ ഉള്ളപ്പോ നമ്മള് സെക്കൻഡ് സ്ഥലത്ത് പോയി 12 മണിക്കാണെങ്കിൽ 12 മണിക്ക് ഞങ്ങൾ അവിടെ മിമിക്രി തുടങ്ങും. അപ്പോഴേക്കും അവരവിടെ എത്തും. അങ്ങനെയാ? അങ്ങനെ ഈ കളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അരമണിക്കൂർ 1 മണിക്കൂർ ഗ്യാപ്പ് കളി. അങ്ങനെ ഞങ്ങള് ചെന്ന് 12 മണിക്ക് മൂവാറ്റുപുഴ പാമ്പാക്കുട എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. 12 മണിക്ക് തുടങ്ങി, 1 മണിയായി. നമ്മുടെ സ്റ്റോക്കൊക്കെ തീർന്നു. ഞങ്ങള് പിള്ളേരാ. 1:30 ആയപ്പോ കാണുന്നില്ല, ഇവര് വന്നില്ല. ഞങ്ങളെ പിടിച്ച് പൂട്ടിയിട്ടു. നീയൊക്കെ നാടകക്കാരുടെ ആൾക്കാരാണ്, നാടകക്കാര് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. 5 മണിക്കാ നാടകക്കാര് വന്നത്, വെളുപ്പിന്. അതുവരെ അവിടെ കിടന്നു. ഞങ്ങളവിടെ ഇരുത്തിയൊക്കെയാണ്. അവിടെ ഓഫീസ് റൂമിൽ, കമ്മിറ്റി ഓഫീസിൽ പൂട്ടിയിട്ടൊക്കെയാണ്. അവിടെ ഇരുന്ന് വേറെ മാർഗമില്ലല്ലോ. മാർഗമില്ല, എവിടെ പോവാനാ? ഇപ്പൊ ഓർമ്മ വരുന്ന ജഗജാന്തര സിനിമയാണ്, കളിച്ചിട്ട് പോയാ മതി. അങ്ങനെ ഒരു അനുഭവം. പ്രസിദ്ധ പാടിയ സിനിമയല്ലേ ഇത്? അതെ അതെ അതെ. ഏത് പാട്ടാ പാടിയത്? ഞാൻ ഓളുള്ളേരെന്നുള്ള പാട്ട്. അതല്ലേ 1 കോടി ആൾക്കാർ 3 ദിവസം കൊണ്ട് കണ്ടു. ലോക പ്രശസ്ത ഗാനം. അതെ, കോവിഡ് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് തന്നൊരു പാട്ടാണ് അത്. അപ്പൊ ആ പാട്ടിന്റെ 2 ലൈൻ നമുക്ക് കേൾക്കണം. ആയിക്കോട്ടെ സാറേ. ഒരുപാട് ആൾക്കാർ കേട്ടില്ലേ അത്? ഓളുള്ളേരെ മാണിനങ്കരെ വിരാജ്പേട്ടെ ഡുണ്ടുകയെ മാണിനങ്കരെ, ഓളുള്ളേരെ മാണിനങ്കരെ മൈസൂർ പേട്ട ഡുണ്ടുകയെ മാണിനങ്കരെ, മാണിനങ്കരെ തെങ്കാട്ടി കുമരനങ്കരെ, കുമരനങ്കരെ തെങ്കാട്ടി മാണിനങ്കരെ, എന്നാ കൊണ്ടാ മഞ്ചല കൊണ്ടാ മാണിനങ്കരക്ക്, എന്നാ കൊണ്ടാ മഞ്ചല കൊണ്ടാ ചുക്കുട്ടിനങ്കരക്ക്, എന്നാ കൊണ്ടാ മഞ്ചല കൊണ്ടാ മാണിനങ്കരക്ക്, എന്നാ കൊണ്ടാ മഞ്ചല കൊണ്ടാ ചുക്കുട്ടിനങ്കരക്ക്. ഞാനൊരു സംശയത്തിന്റെ അർത്ഥം എന്തോ? അത് കല്യാണ പാട്ടാണ്, ഒരു കല്യാണ പാട്ടാണ്. വാക്കുകളുടെ പറക്കുള്ള അർത്ഥം എന്നോട് സാറ് ചോദിക്കരുത്. ഒരു തുളു ഭാഷയിലുള്ള പാട്ടാണ്. തുളു എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം എനിക്കറിയില്ല. പക്ഷെ ഇതൊരു തിരണ്ട് കല്യാണവുമായി, അതെ, തിരണ്ട് കല്യാണവുമായി ബന്ധപ്പെട്ട് മാവിലാ സമുദായം പാടുന്ന തെക്കൻ തുളു ഭാഷയിലുള്ള ഒരു പാട്ടാണ്. കാസർഗോഡ് ജില്ലയിലെ അവരുടെ സ്വന്തമായ ഒരു പാട്ടാണ്.